നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പാനിപൂരി തയ്യാറാക്കിയാലോ? ആദ്യം മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങുകളെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് ഒരു 3-4 വിസിൽ വരുന്നത് വരെ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കുക. 75 രൂപയുടെ 50ഓളം പൂരീസ് വരുന്ന പാനിപൂരിയുടെ കിറ്റാണ് നമ്മളിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ പൂരിയുടെ ഒരു വലിയ പാക്കറ്റ്, 2 പാക്കറ്റ് ചാറ്റ് മസാല, 2 പാക്കറ്റ് മിൻറ്റ് പാനി പൗഡറും 2 പാക്കറ്റ് സ്വീറ്റ് ചട്നിയാണ് വരുന്നത്. എല്ലാം 2 പാക്കറ്റ് വീതം വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് മിൻറ്റ് പാനി തയ്യാറാക്കാനായി പാക്കറ്റ് കട്ട് ചെയ്ത് പൗഡർ ഒരു ബൗളിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ പാനി റെഡി ആയിട്ടുണ്ട്. രണ്ടാമതായി സ്വീറ്റ് ചട്നി തയ്യാറാക്കാനായി പാക്കറ്റ് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്താൽ ചട്നി റെഡി ആയിട്ടുണ്ട്. ശേഷം പൂരീസ് തയ്യാറാക്കാനായിട്ട് പാക്കറ്റ് പൊട്ടിച്ചെടുത്ത് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് പൂരീസ് ഇട്ട് നല്ല രീതിയിൽ തിരിച്ചു മറിച്ചും പൊരിച്ചെടുത്താൽ നമ്മുടെ പൂരീസ് റെഡിയായി. ഇത്രയും പൂരീസാണ് നമ്മുടെ ഈ ഒരു പാക്കറ്റിൽ വരുന്നത്. ലാസ്റ്റായിട്ട് പൂരി മസാല തയ്യാറാക്കാനായിട്ട് വെന്ത ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഒരു ഉള്ളി മല്ലിയിലയും കട്ട് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചാറ്റ് മസാലയുടെ പാക്കറ്റ് പൊട്ടിച്ച് അതും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പൂരി ഓരോന്നായി പൊട്ടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് മസാലയും കുറച്ച് സ്വീറ്റ് ചട്നിയും കുറച്ച് മിൻറ്റ് പാനിയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് മഞ്ഞ മിക്സ്ചറോ വെള്ളക്കടലയോ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് പാനിപ്പൂരി തയ്യാറാക്കിയ വീട്ടിലെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ 600ഓളം രൂപയുടെ പാനിപ്പൂരിയാണ് ഈ ഒരു കിറ്റിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക.